ഇത് ആരവിടെ കൊണ്ടിട്ടാണ് ഇല്ലേ എവിടെ കുട്ടിയാ നോക്കിയേ കുട്ടി എവിടെ കൊണ്ടത് ഇവിടെ ഇങ്ങനെ ഉണ്ട്. അത് പിന്നെ കനകങ്ങള് പ്ലേറ്റ് എടുത്തില്ല ഇല്ല ആന്റി എറിഞ്ഞ് എവിടെ പറ്റിയത് ഇതിന്റെ കുഴപ്പം എവിടെടാ എന്തോന്നടാ ഇത് നിനക്ക് എന്തിന്റെ സൂക്കേടാ ഞാനേ സംസാരിക്കാലും നിനക്ക് വെളിയിൽ ആരുടെയും ദേഷ്യം ഉണ്ടെങ്കിൽ നീ അവളുടെ തീർക്കാനുള്ളത് എന്താ നീ കാണിക്കണത് അങ്ങനല്ല ഞാൻ ഒരു പുല്ലും പറയണ്ട ഇതിപ്പോ എവളെ ഞാൻ എന്തെങ്കിലും ചെയ്താലേ നിനക്ക് എന്റെ വേദന മനസ്സിലാവുള്ളൂ ഇങ്ങനെ കിടന്ന് അവനോട് തർക്കിക്കണ എന്ത് കാര്യത്തിനാ അവൻ ഇതുവരെ അങ്ങനെ ഒരു കൈബദ്ധം പറ്റിയിട്ടില്ല ഇതെന്തോ അബദ്ധത്തിൽ പറ്റിയതാ തുടങ്ങി അവള് ന്യായീകരിക്കാം തുടങ്ങി അവൻ പുണ്യാളനല്ലേ ഞാൻ എന്തെങ്കിലും ചെയ്താൽ നീ ഉടനെ കുറ്റപ്പെടുത്തും അപ്പൊ അവൻ ചെയ്തപ്പോ കയ്യബദ്ധം നിങ്ങൾ എന്തിനു കിടന്ന് ഇങ്ങനെ തിളക്കണ എന്ത് കാര്യത്തില് ഞാനിപ്പോ അവനെ സപ്പോർട്ട് ചെയ്തതാണോ ഇന്ന് ഈ കാലം അത്ര അവളുടെ ദേഹത്ത് അവനൊന്നും നുള്ളി പോലും നോവിച്ചിട്ടില്ല പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എങ്ങാനും അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ചത്തുപോയാനെ അപ്പൊ സംഭവിക്കൂലേ നിന്റെ പറഞ്ഞ മനസ്സിലാവും എനിക്ക് ഇതെന്റെ ഭാര്യയാണ് ഞാൻ എന്ത് ചെയ്യും എന്താ ഇപ്പൊ എന്ത് നിനക്ക് എന്റെ ഭാര്യയാണ് ഞാൻ പലതും ചെയ്യും ചവിട്ടി കൂട്ടും ഏട്ടനെ അറിയാതെ എറിഞ്ഞതാ ഏട്ടൻ ഈ പാത്രം പുറത്തോട്ട് എറിഞ്ഞപ്പോ എന്റെ വീട്ടിൽ വന്ന് കൊണ്ടതാ അതിനെന്തിനാ മനഃപൂർവ്വം ചേച്ചിയുടെ തോളത്തിട്ട് അടിച്ചത് ഓ അങ്ങനെ അല്ലേടി അല്ലേ എന്നാ അബദ്ധത്തിന് കൊണ്ടാണ് നിനക്ക് ആദ്യം പറഞ്ഞൂടെ ഞാൻ വന്ന് ചോദിച്ചപ്പോ പറയാനായിട്ടും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എല്ലാം കൂടെ വന്നപ്പോ നിങ്ങൾ സെറ്റായി ഞാൻ ഒറ്റയായി ഇവിടെ ഇങ്ങനെ എന്നടി ഇല്ലെങ്കിൽ ഈ വീട്ടിൽ കാലുകുത്തിയ പോലെ ഞാൻ കൊള്ളൂലാത്തവൻ ഞാൻ എന്ത് ചെയ്താലും കുഴപ്പക്കാരൻ കാരണം എനിക്ക് മാസം ശമ്പളം ഇല്ലല്ലോ ഞാൻ ഒരു മുന്നും പറയണ്ട എനിക്കറിയാം ഇവിടെ എല്ലാരും കൂടെ സെറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എപ്പോഴും ക്ലൈമാക്സ് വരുമ്പോ ഞാൻ കൊള്ളൂലാത്ത തന്നെ എനിക്കറിയാം മതി നിങ്ങൾ എനിക്ക് എല്ലാരെയും മനസ്സിലായിടി നീ ഇത് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടാ നിന്റെ വായിക്കാത്ത കൊഴുക്കട്ട കയറിയിരിക്കുവായിരുന്നു ഇത്ര നേരം നീ പറഞ്ഞില്ലേ ഇവൻ മനഃപൂർവ്വം എടുത്തെറിഞ്ഞാന്ന് പറഞ്ഞില്ലേ ഞാനത് പറഞ്ഞ ലില്ലിന്റെ അല്ലേ ഞാൻ പറഞ്ഞ ഇവൻ പറഞ്ഞപ്പോ നീ ഒരു അക്ഷരം മിണ്ടിയോ അതിന്റെ അർത്ഥം എന്താ അവൻ എറിഞ്ഞു എന്നല്ല നിനക്ക് അതിനെ പറയാൻ പാടില്ല ബാബു തുറന്ന് ആ മനഃപൂർവ്വം എറിഞ്ഞതല്ലാന്ന് നീ കൂടെ നിൽക്കുന്നു വിചാരിച്ചില്ലേ ക്ലീറ്റ് ഇപ്പൊ നിന്റെ കാര്യം ചോദിച്ചത് എന്നിട്ട് ആ പാവത്തിന് നീ നിന്നെ ഒറ്റപ്പെടുത്തിയത് ഒറ്റപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ ചേച്ചിയാ ക്ലീറ്റോ ചേട്ടനെ ഒറ്റപ്പെടുത്തിയത് ചേച്ചി എന്തിനാ ഏട്ടന്റെ കൂടെ നിന്നത് സ്വന്തം ഭർത്താവിനോട് നിൽക്കാറുന്നില്ലേ എന്നിട്ട് ഇപ്പൊ ഞാനായി തെറ്റുകാരി നീ തന്നെയാണ് തെറ്റുകാരി ഞാൻ ഒരു കാര്യം പറയാം മുണ്ടായിരുന്നില്ലെങ്കിൽ രണ്ടിനെ അടിച്ച വെളിയിലാക്കും അടിച്ച് വെളിയിലിടാനാണോ കൈ പിടിച്ച് അകത്തോട്ട് കയറ്റിയത് അടിച്ച് വെളിയിലിടുന്നൊന്ന് കാണണമല്ലോ ഇങ്ങോട്ട് നോക്കിയേ സാർ ഇങ്ങോട്ട് നോക്കിയേ നീ എവിടുന്ന് ആരെ ഇറക്കി വിടുന്ന് എനിക്കും കൂടി അവകാശമുള്ള വീടാ അവിടുന്ന് നീ എന്നെ ഇറക്കി വിടുവോ അതൊന്ന് കാണണമല്ലോ ചേച്ചിനെ അടിച്ച് വെളിയിലാക്കിയാ ചേച്ചിക്ക് താഴത്തോട്ട് പോവാം പാതാളത്തിലോട്ടോ താഴത്തെ വീട്ടിലോട്ട് ഞാൻ അങ്ങോട്ട് പോകും അതിനാ നീ അങ്ങനെ പറയണത് നിന്നെ ഞാൻ കൊണ്ടുപോകും എനിക്ക് സഹിക്കാൻ പറ്റുമോ നിനക്ക് കാര്യമില്ലാതായ അങ്ങനെ കളയാൻ വേണ്ടി കൊണ്ടുവന്നല്ല നിന്നെ അടിച്ചിറക്കാൻ വരുന്നു എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയണം അപ്പൊ അവന് ക്ലീറ്റോന്ന് നോക്കട്ടെ അതിനൊന്ന് ആശ്വസിപ്പിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ഥലത്ത് നിൽക്കാൻ പാടില്ലേ